എന്താ ചെക്കൻ്റെ ഒരു ലുക്ക് മാസല്ലേ. ഇപ്രാവശ്യം പോർച്ചുഗീസ് കപ്പടിക്കുന്ന അടിക്കും. അടിക്കാതെ അവിടെ പോനാ. കാരണം ഈ സീസണോട് കൂടി അല്ലെങ്കിൽ വേൾഡ് കപ്പോട് കൂടി ക്രിസ്ത്യാനോ വിരമിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബ്രസീലിനും മെസ്സിക്കും ഒക്കെ കപ്പുണ്ടല്ലോ. അപ്പോൾ ഒരു പോർച്ചുഗീസിൽ ക്രിസ്ത്യാനോയ്ക്ക് ഒരു കപ്പ് അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങളെ ആന്റി ക്ലോക്ക് വൈസ് ഒന്ന് തിരിഞ്ഞു ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഇവിടെ എല്ലാം ഇടതാണല്ലോ. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞ ഫൈനലിൽ 36-ാം മിനിറ്റ് ഡിമറിയയുടെ ഗോൾ, അർജന്റീനയുടെ അതിവേഗ കൗണ്ടർ അറ്റാക്ക്, മെസ്സിയിൽ നിന്നും മക്കാലിസ്റ്ററിൽ നിന്നും കൃത്യമായ പാസ് ഡിമറിയയ്ക്ക്, ഒരു ഇടതുകാല ടച്ച്, പന്ത് നേരെ വരയിൽ ഒരു അതിമനോഹര ടീം ഗോൾ. അർജന്റീന 2-0. അങ്ങനെ അങ്ങോട്ട് പുളകം കൊള്ളല്ലേ. 81-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പ വകെ വന്ന് സെൻട്രൽ സർക്കിളിൽ നിന്ന് ഫ്രാൻസിൻ്റെ ആക്രമണം, തുരാമിൻ്റെ ഹെഡ് പാസ് ഡയറക്റ്റ് ടു കിലിയൻ എംബാപ്പെ, വായിൽ നിന്ന് ഡയറക്റ്റ് ഷോട്ട് ഗോൾ പോസ്റ്റിൻ്റെ മുകളിലേക്ക്, അതിമനോഹരമായ ഗോള്. സമനില 2-2. എന്നാൽ ഈ പ്രായത്തിലും ക്രിസ്ത്യാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നു? അത് ഡേറ്റിങ്ങിൻ്റെ പവറാടാ. അതെനിക്കറിയാം. നിനക്കറിയാം. നിന്റെ ഡേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റിന് അവൾ വിളിച്ച സമയത്ത് ഡേറ്റ്സും വാങ്ങി പോയാനല്ലേ ഈ 1 കിലോ. സ്പെയിനിന്റെ കൊടി ലാഭിക്കാൻ വേണ്ടി TVKന്റെ കൊടി തന്നെ മതി എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഇപ്പൊ സ്കോർ 1-1 കൗണ്ടർ ഇനി വേണ്ടേ? അല്ല, തുമ്മിയാലും തുപ്പിയാലും മൂവി സെഷൻ പറയാറുണ്ടല്ലോ. വേൾഡ് കപ്പ് ആയിട്ട് നമുക്കൊന്നും പറയാല്ലേ? ആര് പറഞ്ഞില്ല എന്നുള്ളത്? കളി ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതൊരു മെക്സിക്കൻ അപാരതയിലൂടെ ഒരു കിടിലൻ സാധനമുണ്ട്. എന്നാ പിടിച്ചോ. ഏതാണ്? മെക്സിക്കോയിൽ ജനിച്ചിരിക്കുന്ന സാന്റിയാഗോ മുനസ് അമേരിക്കൻ ലോസ് ഏഞ്ചലിൽ ജോലി ചെയ്യുകയാണ് അച്ഛൻ്റെ കൂടെ. രാവിലെ ജോലി, രാത്രി ഫുട്ബോൾ, അതായിരുന്നു അവൻ്റെ ലോകം. ഒരു ദിവസം മുൻ ഇംഗ്ലീഷ് താരം സാന്റിയാഗോനെ അവിടെ വെച്ച് കാണുന്നു. അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയിരിക്കുന്ന പുള്ളി അവനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷമാണ് അവന് അവസരം കിട്ടി തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരം കിട്ടിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കരമായ ബുദ്ധിമുട്ട് അതിനുശേഷം ഉണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ മുൻകിട താരങ്ങളും വലിയ താരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവരുള്ള മത്സരമൊക്കെ ആയതുകൊണ്ട് അവന് മുന്നോട്ടേക്ക് എത്താൻ പറ്റില്ല. സാധനം കിടിലാണ്. ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ നിനക്ക് ഏകദേശം മനസ്സിലായില്ലേ എന്തായിരിക്കും എന്നുള്ളത്. കുറഞ്ഞ സമയമുള്ളൂ, 1 മണിക്കൂർ 49 മിനിറ്റേ ഉള്ളൂ. സുഖമായിട്ട് കണ്ടിരിക്കാം. നമ്മൾ ഇപ്പോൾ വേൾഡ് കപ്പ് അധികവും രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർവെൽ ഉണ്ടാവല്ലോ. ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സാധനമാണ്. ധൈര്യത്തിൽ കണ്ടോ. അല്ല, പടത്തിൻ്റെ പേര് പറഞ്ഞില്ല. കാറുകൾ കഴുകി ജീവിച്ചിരുന്ന ആ ചെക്കൻ്റെ പേര് സ്റ്റേഡിയത്തിൽ ഉയർന്നു കേൾക്കാൻ വേണ്ടി അവൻ എത്ര ദൂരം ഓടേണ്ടി വന്നു. യു മസ്റ്റ് വാച്ച് ദ ബെസ്റ്റ് വൺ. ഗോൾ, ദ ഡ്രീം ബിഗിൻസ്. പെലേന്റെയും മറഡോണേന്റെ ഒക്കെ ബയോപിക് ഞാൻ കണ്ടിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ നിന്ന്. അല്ലേ, വേറെയും ചില നല്ല പടങ്ങളുണ്ട്, ഞാനത് സജസ്റ്റ് ചെയ്യാം. ശരിക്കും നിങ്ങൾ ആരുടെ ഫാനാണ്? ഞാൻ ബ്രസീലാണ്. എനിക്കങ്ങനെ നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി അങ്ങനെ ഒരു ഫാൻ ബേസ് ഒന്നുമില്ല. നമ്മുടെ ക്രിക്കറ്റിലെ സൂര്യവംശി, വൈഭവ് സൂര്യവംശി പറഞ്ഞ പോലെ ബോളറല്ല നമ്മളെ മെയിൻ, ബോളാണ്. ലോകം മൊത്തം ഒരു പന്തിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാനും അതിൻ്റെ പിറകെയാണ്. നീയോ? ഞാനും. എന്നാ വാ.